ഹായ് ഫ്രണ്ട്സ്, ഇവിടെ നമ്മൾ വാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മോർണിംഗിൽ ഈ പ്രദേശത്തൊക്കെ ഇങ്ങനെ ആരെയും കാണുന്നില്ല. നമ്മൾ അവിടെ ആ ദൂരെ കാണുന്ന ആ ബിൽഡിംഗ് ഉണ്ടോ, അത് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ബിൽഡിങ്ങിലാണ്, അതൊരു ഹോട്ടലായിരുന്നു, അവിടെയാണ് ഞാൻ ആദ്യമായിട്ട് വന്നത്. അവിടെയാണ് ഫസ്റ്റ് ഞാൻ വന്ന് തങ്ങിയത്. ആ ഹോട്ടൽ ഇപ്പം പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ട്രാഫിക്കാണ്. ട്രാഫിക്ക് നോക്കി മാത്രമേ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ. ട്രാഫിക്ക് നോക്കി വേണം നമുക്ക് ക്രോസ് ചെയ്യുവാൻ. അവിടുന്ന് വണ്ടി വരുന്നുണ്ട്. ഇവിടെ വീടുകൾക്കൊക്കെ വലിയ മതിലുകളാണ്. വീടുകൾക്ക്, അപ്പാർട്ട്മെൻറ്റുകൾക്കൊക്കെ വലിയ മതിലുകളാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ വർഷം മുതലൊക്കെ നല്ല ഫ്ലഡ് ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം മതിലുകൾ അവർക്ക് പ്രശ്നമാകും. കേരളത്തിൽ ഫ്ലഡ് വന്നപ്പോൾ ഉള്ള അവസ്ഥ നമുക്കറിയാമല്ലോ. വലിയ മതിലുകൾ കെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അതുപോലെ ഇവിടുത്തെ മതിലുകൾ 2 ആൾ പൊക്കമുള്ള മതിലുകളാണ്. ഇവിടെ എല്ലാം പുതിയതായി ഒരുപാട് പെട്രോൾ പമ്പുകൾ വരുന്നുണ്ട്. ഇവിടെ എല്ലാ രാജ്യങ്ങളും ഇലക്ട്രിക് കാറുകളിലേക്ക് മാറുമ്പോൾ പെട്രോൾ പമ്പുകൾ കുറവാകാനുള്ള സാധ്യതയാണുള്ളത്. പക്ഷേ ഇവിടെ പെട്രോൾ പമ്പുകൾ കൂടി വരുന്നുണ്ട്. പക്ഷേ സൗദി ഒരു ഇലക്ട്രിക് കാറ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഇലക്ട്രിക് കാറുടെ മാർക്കറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരുപാട് ഇലക്ട്രിക് പമ്പുകൾ, പുതിയ പമ്പുകൾ വരുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഇലക്ട്രിക് ചാർജിങ് സംവിധാനം കൂടി ഉണ്ടെങ്കിൽ പുതിയ കാലത്തിലുള്ള പുതിയ വെഹിക്കിൾസൊക്കെ നല്ലതായിരിക്കും. കൊറോണ വന്നതോടുകൂടി ഇവിടെ ബിസിനസ്സൊക്കെ ഒരുപാട് പൊളിഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം കാണിച്ച ആ ഹോട്ടൽ പോലെ തന്നെയാണ് ഇപ്പം നമ്മൾ ഈ കാണുന്ന ഈ ഹോട്ടലും. ഈ ഹോട്ടലും ഏകദേശം ഇത് സ്റ്റോപ്പ് ചെയ്തു. VIP ഹോട്ടൽ ജിദ്ദ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഈ ഹോട്ടലും ഏകദേശം അത്. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കോർണിഷിലുള്ള ജിദ്ദയിലെ ഒരു ബീച്ചിലേക്കാണ് പോകുന്നത്. പാലസിലുണ്ടായിരുന്ന ഒരു പഴയ ബീച്ചാണിത്. വളരെ മനോഹരമായ ഒരു വ്യൂ ആണ് ഇവിടുന്ന് നമുക്ക് കിട്ടുന്നത്. ഈവനിങ്ങിലാണ് കുറേയേറെ ആളുകൾ ഇവിടെ കൂടുന്നത്. ഫാമിലിയായിട്ട് വന്നിരിക്കുകയും ഫുഡ് കഴിക്കുകയും അവർ ടൈം സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നൊരു സ്ഥലമാണ്. നിങ്ങൾ ആ കാണുന്ന മനോഹരമായ ആ സ്ഥലം ചെങ്കടലിൽ നിന്ന് ഒരുപാട് കയറി നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ വലിയ തിരമാലകളൊന്നുമില്ല. പക്ഷേ നല്ല കാറ്റും നല്ലൊരു വൈബുമാണ് ഇവിടെ നിൽക്കുമ്പോഴുള്ളത്. വളരെ മനോഹരമായ ഒരു പ്ലേസാണ്. നിങ്ങൾ ആ ദൂരെ കാണുന്നതാണ് ഷിപ്പ് യാർഡ്. അങ്ങ് ദൂരെയായി കുറേയേറെ ഷിപ്പ് യാർഡിൻ്റെ കുറേയേറെ സിഗ്നൽ കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു പോർട്ടുണ്ട്. അവിടെ റിസ്ട്രിക്ഷനുണ്ട്, നമുക്ക് വീഡിയോ ഒക്കെ എടുക്കുന്ന ഈ റിസ്ട്രിക്ഷനുണ്ട്. വളരെ മനോഹരമായ ഒരു എക്സ്പീരിയൻസാണ് ഇവിടെ നിൽക്കുമ്പോൾ ഉള്ളത്. ശരിക്കും ഈ ചെങ്കടലിൻ്റെ അങ്ങേക്കര എന്ന് പറയുന്നത് ഏകദേശം 1.5 മണിക്കൂറോളം ഫ്ലൈറ്റ് ട്രാവലിംഗ് ഉള്ള ആഫ്രിക്കയിലെ എറിത്രിയ പോലുള്ള രാജ്യങ്ങളുടെ ഒരു ഭാഗമാണ് ഇവിടെ ഇതിൻ്റെ തൊട്ട് കര എന്ന് പറയുന്നത്. പക്ഷേ അത് വളരെ ദൂരെയാണ്. 1.5 മണിക്കൂർ ഫ്ലൈറ്റ് ട്രാവൽ ചെയ്യണം. വളരെ നല്ല രീതിയിൽ ഗ്രാസൊക്കെ ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ടൂറിസ്റ്റുകൾ ഇപ്പം വളരെയധികം യൂറോപ്യൻ ടൂറിസ്റ്റുകളും ഇങ്ങോട്ട് എത്തുന്നുണ്ട്. കുറേ പൂച്ച ഇവിടെ ഇങ്ങനെ നിൽപ്പുണ്ട്. ആ പൂച്ച അങ്ങോട്ട് മാറിപ്പോയി. ഇവിടെ സൗദിയിൽ കുറേ പൂച്ചകളെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ പട്ടികളെ വളർത്തുന്നത് വളരെ കുറവാണ്. ഉണ്ട്, ലൈസൻസോട് കൂടി വളർത്തുന്ന പട്ടികളുണ്ട്. പക്ഷേ പൂച്ചകളെയൊക്കെ ഇവർ കുറേ ഫുഡ് ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് അത് കണ്ടമാനമുണ്ട്. ഇവിടെ
കല്ലുകൾ അടുക്കി, പുലിമുട്ടുകൾ അടുക്കി വലിയ തിരമാലകളെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. നല്ല രീതിയിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ മാൻമെയ്ഡായിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ വാട്ടർഫാൾ സംവിധാനം ഈവനിങ്ങിൽ ഇവിടെ ഒരു ഷോ ആയിട്ട് നടത്തുന്നുണ്ട്. ഈ മൈതാനത്തൂടെ ഒട്ടനവധി കുട്ടികൾ പ്ലേ ചെയ്യുകയും ഈവനിങ്ങിലാണ് ഇവിടെ നല്ല വൈബ്. പക്ഷേ നമുക്കിപ്പോൾ അതിലെ വീഡിയോസ് കംപ്ലീറ്റ് എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ സമയം തന്നെ ഞാൻ ചൂസ് ചെയ്തത്. കാണാൻ പോകുന്നത് ജിദ്ദയിലെ പലസ്തീൻ റീജിയനിലുള്ള ഹംറാർ ഡിസ്ട്രിക്റ്റിലാണ്. ഹംറാർ ഡിസ്ട്രിക്റ്റിലെ പലസ്തീൻ റീജിയനിലുള്ള ഒരു അതിമനോഹരമായ ബീച്ചാണ്. ഈ ബീച്ചിൻ്റെ സൈഡിൽ തന്നെ ഒരു പാലസ് ഉണ്ട്. പണ്ടവിടെ പാലസ് കംപ്ലീറ്റ് ആയിട്ട് ഫങ്ഷനിങ് ആയിരുന്നു. ഇപ്പം ഫങ്ഷനിങ് അല്ല, അതിപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനിക്ക് കൊടുത്തിരിക്കുകയാണ്. പ്രൈവറ്റ് കമ്പനിക്ക് ഹോട്ടൽ സംവിധാനം, വലിയ ഫങ്ഷൻസും ഇവൻറ്റ്സും ഒക്കെ നടത്തുന്ന സ്ഥലമാക്കി മാറ്റിയിരിക്കുന്നു. ഈ ചെങ്കടലിൻ്റെ തീരത്തുള്ള ഈ അതിമനോഹരമായ ഈ ഒരു ബീച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, ബീച്ചിൽ തന്നെയാണ് സൗദി ഗവൺമെൻറ് എല്ലാ വർഷവും ഫിലിം ഫെസ്റ്റിവൽ നടത്തുന്നത്. സൗദി കൾച്ചറൽ മിനിസ്ട്രിയുടെ ഭാഗമായിട്ട് നടത്തുന്ന പ്രോഗ്രാമാണ്. അങ്ങനെ ഇവിടെ എല്ലാ വർഷവും നമുക്ക് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ കാണാൻ സാധിക്കും. അത് ഈ പാലസിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് ആ പ്രോഗ്രാം നടക്കുന്നത്. ഇവിടെ ടൂറിസ്റ്റുകൾക്ക് അവർക്ക് വാഷ്റൂമിലൊക്കെ പോകാനുള്ള സൗകര്യം പുതുതായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനുവേണ്ടി ഗവൺമെൻറ് കുറേ ഫണ്ട് ഈ വർഷം ചെലവഴിച്ചിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് വേണ്ടിയുള്ള ഫണ്ട് കുറേ ഗവൺമെൻറ്. നമ്മുടെ ഒരു സുഹൃത്ത് ഇവിടെ ഫുഡ് കഴിക്കാമെന്നുണ്ട്. അദ്ദേഹം ആന്ധ്രാപ്രദേശുകാരനാണ്. കളക്ടിങ് സം ക്ലിപ്സ്, Red Sea clips. You want to sit somewhere? Yeah. Full water because of sea. Yeah. Actually, now this Red Sea is become blue. Very nice to get some pictures to send family. I don't know. That is why. Yeah. That is why. Say hello. He's from Telangana. Right? Yeah. Yes. തെലങ്കാനയിൽ നിന്ന് നമ്മുടെ ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടാൻ ഇടയായി. അദ്ദേഹം ഇടയ്ക്ക് ഇവിടെ വന്ന് ഫുഡൊക്കെ കഴിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം വർഷങ്ങളായി ഇവിടെ വർക്ക് ചെയ്യുന്ന ആളാണ്. ബീച്ചിന്റെ ഡെവലപ്മെന്റ് ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ആദ്യമായി നല്ല കാറ്റുള്ളത് കൊണ്ട് തന്നെ പല കാര്യങ്ങളും നമുക്ക് കേൾക്കുവാൻ കഴിയില്ല. അതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇവിടെ ബീച്ച് നല്ല മനോഹരമായി അവർ ഒരുക്കിയിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങളെല്ലാം ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡിസേർട്ട് ടൂറിസം, വ്യത്യസ്ത രീതിയിലുള്ള ടൂറിസത്തെയാണ് സൗദി ഇപ്പോൾ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇവിടെ ഈവനിങ്ങിൽ ഒട്ടനവധി ഫങ്ഷൻസ് നടക്കും, കൾച്ചറൽ പ്രോഗ്രാംസ് നടക്കും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു നൈറ്റ്. ഗൈസ്, ഇവിടെ നിങ്ങൾ കാണുന്നത് വെള്ളം ചെങ്കടലിൽ നിന്ന് ജിദ്ദയ്ക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം റീസൈക്കിൾ ചെയ്തെടുത്ത് ഉപയോഗിച്ചതിന് ശേഷം വരുന്ന വേസ്റ്റിനെ വീണ്ടും അത് ക്ലിയർ ആക്കി അത് മാലിന്യമൊന്നും ഇല്ലാത്ത രീതിയിൽ വീണ്ടും സൗദി ഗവൺമെൻറ് ചെങ്കടലിലേക്ക് തിരിച്ച് വിടുന്നതാണ്. ഇത് എല്ലാ മേഖലയിലും നമുക്ക് കാണുവാൻ കഴിയും. നല്ല രീതിയിൽ വാട്ടർ ഇവിടെ അവൈലബിൾ അല്ലാത്തതിനാൽ കുടിവെള്ളം ചെങ്കടലിൽ നിന്ന് സംസ്കരിച്ചാണ് എടുക്കുന്നത്. അതിനുശേഷം അത് റീസൈക്കിൾ ചെയ്ത് തിരിച്ച് ചെങ്കടലിലേക്ക് തന്നെ വിടുന്ന ഒരു സിസ്റ്റമാണുള്ളത്. നമുക്ക് ഈ ഒരു സിസ്റ്റം നമ്മുടെ രാജ്യത്തും നടപ്പാക്കാൻ പറ്റും. ഒരുപാട് ആളുകൾ ഇവിടെ വിശ്രമിക്കുന്നുണ്ട് ഈ സമയത്ത്. അതാണ് നമ്മൾ ദൂരെ കാണുന്ന പാലസ്. റിറ്റ്സ് കാർലോൺ അതിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്.
ഇവിടെ വാട്ടർ പമ്പ് ചെയ്യുന്നതാണ്. ഇത് മരുഭൂമി ആയതുകൊണ്ട് ഇവിടെ നമ്മളിങ്ങനെ വാട്ടർ പമ്പ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഇവിടെ ഇവിടെ ഗവൺമെൻറ് നട്ടിരിക്കുന്ന ഈ ഒരു ഗ്രാസ് ഒന്നും കറക്റ്റായിട്ട് വളരത്തില്ല. ഇത് കംപ്ലീറ്റ് കുറേ ഏക്കറുണ്ട്. ഈ ഏക്കർ കംപ്ലീറ്റ് ഇങ്ങനെ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഗ്രാസ്, അതായത് നമ്മൾ വെളിയിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് കൊണ്ട് ഇവിടെ പിടിച്ചു വെക്കുന്നതാണ്. അതിന് കൃത്യമായിട്ട് വെള്ളം കൊടുക്കണം. വെള്ളം കുടിക്കാൻ ഒരുപാട് കിളികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. വെള്ളം കുടിക്കാൻ ഒരുപാട് കിളികൾ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ കാണുന്ന പല കിളികളും ഇവിടെ അവൈലബിൾ ആയിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ നല്ല രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണുള്ളത്. ഇവിടെ കിളികളെ കണ്ടും പക്ഷികളെ കണ്ടും വെള്ളം കുടിക്കുന്ന പക്ഷികളെ കണ്ടും സമയം ഒരുപാട് സ്പെൻഡ് ചെയ്തു. നല്ല ഒരു വ്യൂ ആണ് ഇവിടെയുള്ളത്. നിങ്ങൾക്കത് മനോഹരമായിട്ട് കാണാൻ സാധിക്കും. ഒരു സ്ലോ മോഷൻ വ്യൂ അവിടെ നിന്ന് എടുക്കണമെന്ന് എനിക്ക് തോന്നി. അതാണ് ഞാൻ അവിടെ നിന്ന് ഒരു സ്ലോ മോഷൻ വ്യൂ എടുത്തത്. അതിൻ്റെ ഫുൾ ഒരു ആംബിയൻസ് നമുക്ക് അവിടെ നിന്ന് കിട്ടാൻ സാധിക്കും. ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞ പാലസ്. ഈ പാലസ് ഇപ്പോൾ ഇതൊരു പല ഇവൻറ്റ്സൊക്കെ നടക്കുന്ന ഒരു സെൻറ്ററാണ്. നല്ല ക്യാഷ് മുടക്കേണ്ടി വരും ഇവിടെ ഒരു പ്രോഗ്രാമൊക്കെ നടക്കണമെങ്കിൽ. കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ഇൻ്റർനാഷണൽ ലീഡേഴ്സിൻ്റെയൊക്കെ ഒരു മീറ്റിംഗ് ഇവിടെ നടന്നിരുന്നു. ഓക്കെ, ബീച്ചിൻ്റെ അങ്ങേ കരയിലേക്ക് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ്, നല്ലൊരു വൈബാണ് ഇവിടെ നിൽക്കുമ്പോൾ. ഈ ഒരു വൈബ് ആസ്വദിക്കാൻ വേണ്ടി തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ കാണുവാൻ കഴിയും. ഭൂമിയുള്ള സ്ഥലമാണെങ്കിൽ വെള്ളമുള്ള സ്ഥലങ്ങളിൽ ജീവജാലങ്ങൾ ഓട്ടോമാറ്റിക്കലി കടന്നു വരുന്നുണ്ടല്ലേ. ഇവിടെ പല രീതിയിലുള്ള വെറൈറ്റി ഓഫ് ബേഡ്സുകളെ നമുക്ക് കാണാൻ കഴിയും. ഈ വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്യുന്നതുകൊണ്ടാണ് അതിങ്ങനെ വരുന്നത്. ഇത് കൂടുതലും ഫിഷിനെയും ഒക്കെ കഴിച്ച് ജീവിക്കുന്ന ബേഡ്സുകളാണ് ഇവിടെ കൂടുതലുള്ളത്. പിന്നെ നമ്മുടെ കാക്ക നമുക്ക് കാണുവാൻ കഴിയും, മാടത്ത കാക്കയൊക്കെ. ഈ വെള്ളം ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടാണത് കൂടുതലും ഇങ്ങനെ വരുന്നത്. പിന്നെ ഈ ചെങ്കടലിൽ തന്നെ ഒട്ടനവധി മത്സ്യസമ്പത്തുള്ള ഒരു സ്ഥലമാണ് ഈ ചെങ്കടൽ. ഒറ്റപക്സ്, നീരാളി, പിന്നെ മറ്റ് ഒരുപാട് മീനുകളെയൊക്കെ ഞാനിവിടെ കണ്ടിട്ടുണ്ട്. മിക്കവാറും ഫിഷിംഗ് സ്കൂള് കൂടുതലും ഇവിടെ നടക്കുന്നുണ്ട്. ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു. ഇവിടെ ഫിഷിംഗ് സ്കൂള് ഒരുപാട് കൂട്ടത്തോടു കൂടി ആയിരക്കണക്കിന് മീനുകൾ ഒരുമിച്ച് വരുന്നൊരു സംവിധാനമാണ്. ഇതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഫിഷിംഗ് സ്കൂൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്ന ചെങ്കടൽ വളരെയധികം മത്സ്യസമ്പത്തുകളാൽ സമ്പന്നമാണ്. അതുകൊണ്ട് തന്നെ സൗദിയിലുള്ള സിറ്റിസൺസിൻ്റെ ആദ്യകാല വരുമാനം ഈ മീനുകളെ പിടിക്കുകയും മുത്ത് ശേഖരിക്കുകയും ചെയ്തുകൊണ്ട് അവ വിപണനം ചെയ്യുക എന്നുള്ളതായിരുന്നു. പിന്നീടാണ് ക്രൂഡ് ഓയിൽ കണ്ടുപിടിക്കുകയും അത് ഖനനം ചെയ്ത് ക്രൂഡ് ഓയിൽ അരാംകോ പോലുള്ള വലിയ കമ്പനികൾ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് ഈ സൗദി അറേബ്യയുടെ നാഷണൽ ഡെവലപ്മെൻറ്റ്സിന് ചുക്കാൻ പിടിച്ചത്. അതുകൊണ്ട് തന്നെ അരാംകോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ നട്ടെല്ലാണ്. ഇപ്പോൾ വളരെ മനോഹരമായ രീതിയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സും ടൂറിസം ഡെവലപ്മെൻറ്റ്സും നടപ്പാക്കിക്കൊണ്ട് പുതിയ സാമ്പത്തിക മേഖലകളെ കണ്ടെത്തുക എന്നുള്ളതാണ് സൗദി അറേബ്യ ലക്ഷ്യം വെക്കുന്നത്. 2030 എന്ന വിഷനോട് കൂടി അവർ നടപ്പാക്കുന്ന ഈ പദ്ധതിക്ക് വളരെ വലിയ ഒരു ഇമ്പോർട്ടൻസ് ആണ് എല്ലാ മിനിസ്റ്ററീസും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, ടൂറിസ്റ്റുകൾക്ക് താമസിക്കുവാനും അവർക്ക് വന്ന് ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെ കിടക്കാനും ഒക്കെയുള്ള ഒരു സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അവർക്ക് കടകളിലൊക്കെ ഒരുപാട് സാധനങ്ങൾ ലഭ്യമാണ്. കണ്ടില്ലേ, ഇവിടെയുള്ള ഷോപ്പുകളിൽ വരുന്ന ആളുകൾ സാധനങ്ങൾ ലഭ്യമാണ്. സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. ഒരുപാട് സാധനങ്ങൾ ഇവിടെ. ഇത് വാഷ്റൂം പോലുള്ള സംവിധാനമാണ്. ഇവിടെ ആളുകൾക്ക് വരാനും അത് യൂസ് ചെയ്യാനും ഒക്കെയുള്ളൊരു സൗകര്യമുണ്ട്. ഈ ഒരു ഗാർഡുകൾ പോകുന്ന ഒരു സ്ഥലമാണത്. ബീച്ചിന്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രത്യേക ഗാർഡുകൾക്ക് മേടിക്കാനുള്ള ചെറിയ ചിപ്സ് ഐറ്റംസ് അവര് പോകുന്ന ഇലക്ട്രിക് കൂടുതൽ ഇന്ത്യയിൽ നിന്നുള്ള ഹിന്ദിക്കാരൊക്കെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അല്ലെ പാകിസ്ഥാനികളൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ ബേഡ്സിന് വെള്ളം കുടിക്കാനുള്ള സൗകര്യമുണ്ട്. ഇതുണ്ടല്ലേ, ഇതിൻ്റെ അകത്തുനിന്ന് വെള്ളം ചീറ്റി വരും. ഇവിടുന്ന് വെള്ളം ചീറ്റി വരും. ഇവിടുന്ന് ബേഡ്സിന് വെള്ളം കുടിക്കാൻ പറ്റും.
വളരെ നല്ല രീതിയിലുള്ള പല നിർമ്മിതികളും നമുക്ക് കാണുവാൻ കഴിയും. ശംഖ് പോലെ പണിത് വെച്ചേക്കുന്നത് ടൂറിസത്തിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സംവിധാനങ്ങളാണ് പണിത് വെച്ചേക്കുന്നത്. മിഡിൽ കോർണിഷ് പാർക്ക് എന്നാണ് ഇത് നാമകരണം ചെയ്തിരിക്കുന്നത്. മിഡിൽ കോർണിഷ് പാർക്ക്. ഇവിടെ നല്ലൊരു ടൈം സ്ക്വയർ സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു ടൈം സ്ക്വയർ ആണ്, നല്ല ഹൈറ്റ് ഉണ്ട്. വളരെയധികം പക്ഷികളൊക്കെ വന്ന് മത്സ്യത്തെ പിടിക്കുകയും ഭക്ഷിക്കുകയും ചെയ്യുന്ന കാണാൻ കഴിയും. ഇത് ആ കോർണിഷിൻ്റെ ഏറ്റവും ലാസ്റ്റ് സെക്ഷനാണ്. ഇവിടെ നിന്ന് പാലസിൻ്റെ വ്യൂ വളരെ മനോഹരമാണ്. ഹൈ ഫ്രണ്ട്സ്, ഇവിടെ എല്ലാം നല്ല മനോഹരമായ രീതിയിലാണ് ഒരുക്കിയിട്ടിരിക്കുന്നത്. ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് നല്ല രീതിയിലാണ് ഇവിടെ എല്ലാം ഒരുക്കിയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് വന്ന് ഇവിടെ സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റും. പാലസിൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. ഒരു കാലഘട്ടത്തിൽ ഈ ചെങ്കടൽ കടന്നാണ് ആഫ്രിക്കയിൽ നിന്ന് മനുഷ്യൻ ഏഷ്യൻ കോണ്ടിനെൻസിലേക്ക് കടന്നു വന്നത്. ഇവിടെ നിന്നാണ് ഇന്ത്യയിലേക്കും മറ്റ് പ്രദേശങ്ങളിലേക്കും ഹോമോസാപ്പിയൻസ് മനുഷ്യൻ പരിണാമം പ്രാപിച്ചു വന്നത്. ഇവിടെ റെഡ് സീ വളരെ ശക്തമായ തിരമാലയൊന്നുമില്ല. നല്ല സമാധാനപൂർണമായ സ്ഥലമായിട്ടാണ് ഇവിടെ കിടക്കുന്നത്. കണ്ടില്ലേ? കാരണം ഇത് റെഡ് സീയുടെ മെയിൻ ഭാഗത്തു നിന്ന് ഒരുപാട് ഉള്ളിലേക്ക് കയറിയാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ. വയലേറ്റർ ഷാൽ ബി പണിഷ്ഡ്. അവിടെ നീന്താനൊന്നും പറ്റില്ല. അൺസ്യൂട്ടബിൾ ഡേഞ്ചറസ് സ്വിമ്മിങ് ഏരിയ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവിടെ എല്ലാം കാണാൻ പറ്റുന്നത്. നമുക്ക് ഇവിടുത്തെ സഞ്ചാരത്തിന് ശേഷം നേരെ ജാംജും എന്ന് പറയുന്ന ഒരു ചൈനീസ് ഷോപ്പിംഗ് മാളിലേക്ക് നമുക്ക് പോകാം. ഇത് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് സൗദി ഗവൺമെൻറ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്. പല രീതിയിലുള്ള നിർമ്മിതികൾ. ഇവിടെ എല്ലാം തെങ്ങ് വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം തെങ്ങുകളും മറ്റു ചെറിയ ചെറിയ വൃക്ഷങ്ങളും ഒക്കെ വെച്ച് ഇവിടെ ബ്യൂട്ടിഫുൾ ആക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. ഒരു വലിയ ശംഖ് അവിടെ പണിത് വെച്ചിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പാലസിൻ്റെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ കോസ്റ്റ് ഗാർഡിൻ്റെയൊക്കെ സെക്യൂരിറ്റി സെക്ഷനൊക്കെ കാണാൻ സാധിക്കും. കണ്ടില്ലേ? കോസ്റ്റ് ഗാർഡിൻ്റെ സെക്യൂരിറ്റി സെക്ഷനും എല്ലാം ഇവിടെ കാണാൻ പറ്റും. ഇതൊരു സെക്യൂരിറ്റി ഗാർഡുകൾ താമസിക്കുന്ന സ്ഥലമാണ്. ഇവിടെ
ഇത് നൈറ്റിൽ ഈ ഭാഗമൊക്കെ കാണാൻ നല്ല രസമാണ്. ഇപ്പോൾ ഒരു ഉച്ച സമയമാണ്ട് ഇവിടെ ആരുമില്ല. നൈറ്റിൽ ഈ ഒരു ഏരിയ കാണാൻ വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാം നൈറ്റിൽ എങ്ങനെയാണ് ഈ ഒരു ഭാഗം. ഈ ലൈറ്റുകളൊക്കെ കത്തി നല്ല സൂപ്പറായിരിക്കും ഇവിടെ കാണാൻ. ബിന്ദാവുഡ് എന്ന് പറയുന്ന ഈ ഒരു സൂപ്പർ മാർക്കറ്റ്, ഇതൊക്കെ വെറുതെ സ്ട്രക്ചറായി ചെയ്ത് വെച്ചേക്കുന്ന സൂപ്പർ മാർക്കറ്റാണ്. വലിയ ബിൽഡിങ്ങുകളൊന്നുമല്ല. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ് ഒരു ദിവസം നടക്കുന്നത്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമുക്കൊരു ദിവസം ഇതിൻ്റെ ഉള്ളിലൊന്ന് കയറി ഇത് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, ഇത് ജാംജും ബിൽഡിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഇത് ബ്ലൂ സ്ക്വയർ എന്നാക്കി മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ഷോപ്പുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. വളരെ എക്സ്പെൻസീവായിട്ടുള്ള വെഡ്ഡിങ് ഐറ്റംസ്, ഒരുപാട് റിങ്സുകൾ ഒക്കെ സെല്ല് ചെയ്യുന്ന സ്ഥലമാണ്. STCയുടെ ഒരു ഓഫീസ് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഗവൺമെൻറ് പാർക്കിങ്ങിന് വേണ്ടി പുതിയതായി നവീകരിക്കുന്ന സ്ഥലങ്ങളാണിത്. ഇതൊക്കെ പേയ്മെൻ്റ് ആയിട്ട് മാറും. ഇപ്പോൾ ഇതൊക്കെ ഫ്രീ ആണ്, കണ്ടില്ലേ. ഇവിടെ സ്ട്രീറ്റ് ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ നവീകരിച്ച്, ഇവിടെയൊക്കെ നേരത്തെ വളരെ മോശമായിരുന്നു, നല്ല രീതിയിൽ നവീകരിച്ച് പാർക്കിങ്ങിനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തു. പിന്നീട് ഇവിടെ പേ ബോക്സ് കൊണ്ടുവെക്കും. ഈ പേ ബോക്സിൽ കോയിൻ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത്തരത്തിലുള്ള ഒരു സംവിധാനമാണ് അവർ ചെയ്യാൻ പോകുന്നത്. ഇവിടെയൊക്കെ അത് വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം പാർക്കിങ്ങിൻ്റെ സൗകര്യത്തിന് വേണ്ടി അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട്. ഇങ്ങനെയുള്ള ലേബർ വർക്കുകൾ കൂടുതലായും ചെയ്യുന്നത് പാകിസ്ഥാൻകാരും അതുപോലെ തന്നെ ബംഗ്ലാദേശുകാരും മാത്രമേ ഇവിടെ നമുക്ക് ഇനിയും പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ്. ഹായ് ഫ്രണ്ട്സ്, ഇവിടെ എല്ലാം ഇപ്പം നല്ല ആളായിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഈ കാണുന്നത് ജ്യൂസ് വേൾഡ് എന്ന് പറയുന്ന ആ പിങ്ക് നിറമുള്ള ബിൽഡിങ് മലയാളീസിൻ്റെ ഒരു ജ്യൂസ് ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ജ്യൂസ് സ്ഥാപനമാണ്. അവിടെ എല്ലാ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസും ബർഗറും എല്ലാം അവൈലബിൾ ആണ്. ഇത് നമ്മുടെ ഒരു സ്പോർട്സ് ഐറ്റംസൊക്കെ ഞാനിവിടെ നിന്ന് ഇടയ്ക്ക് സാധനമൊക്കെ മേടിക്കാറുണ്ട്. നല്ലൊരു സ്ഥലം. തുർക്കിഷ് ഐറ്റംസ് ഒക്കെ കിട്ടും. തുർക്കീസിൻ്റെ ഒരുപാട് ഫുഡുകൾ അതുപോലെ മറ്റ് പ്രോഡക്റ്റുകളൊക്കെ അവൈലബിൾ ആണ് ഇവിടെ. ഇത് ജിദ്ദയിലെ ഒരു പഴയ മെയിൻ സിറ്റിയുടെ ഏരിയ ആണ്. നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പുള്ളതുകൊണ്ടാണ് ഞാൻ തൊപ്പി ധരിച്ചിരിക്കുന്നത്. നല്ല പൊറോട്ട കഴിക്കാൻ വേണ്ടി എത്തിയാണ്. ഇവിടെ കറി എത്തിയിട്ടുണ്ട്. നല്ല അണ്ടാക്കറിയാണ്. മുട്ടക്കറി, സൂപ്പർ മുട്ടക്കറിയാണ്. ഈ ഗോതമ്പ് പൊറോട്ടയും കൂടെ വരും. ഓക്കെ, മുട്ടക്കറി വെക്കും. നല്ല പിടിപിടിക്കും. സുലൈമാൻ ഫക്കി ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉള്ളത്, ലുലു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. അവിടെ അത്യാവശ്യം നല്ല ഫുഡൊക്കെ കിട്ടും. ഒരു മീഡിയം ലെവൽ ഫുഡുകളൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണത്. ഇവിടെ നല്ല തിരക്കായിരിക്കും. ഇതിലെ പ്രശസ്തമായ സുലൈമാൻ ഫക്കി ഹോസ്പിറ്റലാണ്. ഈ ഫക്കി ഹോസ്പിറ്റലിൻ്റെ ഇവിടെ നേരത്തെ ഇവർ സൗദിയിൽ ഒരുപാട് ഭൂമിയുള്ളതുകൊണ്ട് അവർക്ക് പാർക്കിംഗ് ഒക്കെ ലാൻഡിൽ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് സാധ്യമല്ല. കാരണം ഒരുപാട് വണ്ടികളൊക്കെ ആയി. അവിടെ പാർക്കിംഗ് ഇപ്പം ചെയ്യാൻ വേണ്ടിയുള്ള ബിൽഡിങ്ങാണ് കാണുന്നത്. കണ്ടില്ലേ, 3-4 നിലയിൽ ബിൽഡിങ്. അവിടെ കംപ്ലീറ്റ് പാർക്കിംഗ് ആണ്. ഇവിടെ ഒരുപാട് ഇന്ത്യൻ ഡോക്ടർമാർ പോലുള്ള ഇന്റർനാഷണൽ ബ്രാൻഡ്, ഒരുപാട് ഇന്ത്യൻ നേഴ്സുമാർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. സൗദി ഇപ്പോൾ ഒരുപാട് കേരളത്തിൽ നിന്നും മറ്റും ഒട്ടനവധി നേഴ്സുമാർ ഇവിടെ വർക്ക് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ കമ്പനികൾ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിന്റെ ഒരു വാഹനമാണ് അതുവഴി വരുന്നുണ്ട്. ഇത് ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിന്റെ ഒരു വണ്ടി പോയി. നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയില്ല. ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലാണ് ജിദ്ദയിൽ
ഇന്ത്യൻ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ പ്രവാസികളുടെ കുട്ടികൾക്ക് പഠിക്കുവാൻ വേണ്ടിയുള്ള ഒരു ഇൻ്റർനാഷണൽ സ്കൂൾ സ്ഥാപിതമായത്. അത് സൗദി ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഇൻ്റർനാഷണൽ ഇന്ത്യൻ സ്കൂള് ജിദ്ദയിലുണ്ട്. സൗദി നാഷണൽ ബാങ്കിൻ്റെ ഒരു ബ്രാഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ലേഡീസ് ബ്രാഞ്ചാണ്, കണ്ടില്ലേ? ഇത് സൗദി നാഷണൽ ബാങ്കിൻ്റെ ലേഡീസ് ബ്രാഞ്ചാണ് ഈ കാണുന്നത്. ഇവിടെ ലേഡീസിന് പ്രത്യേകിച്ച് ബാങ്കിങ് സംവിധാനം ഉണ്ട്. അവരുടെ ബ്രാഞ്ചുകൾ വേറെയാണ്. അതുപോലെ തന്നെ അവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നത് മിക്സ്ഡ് ആയിട്ടല്ല, അവർക്ക് സ്പെഷ്യലായിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഏജൻസ് സെൻറ്ററുകളാണുള്ളത്. അങ്ങനെ ഒരു ലേഡീസ് ബാങ്കാണ് എൻ്റെ ബാക്കിലേക്ക് കാണുന്നത്. ഓക്കെ, സൗദി നാഷണൽ ബാങ്കിൻ്റെ ലേഡീസ് ബാങ്ക്. ഫലസ്തീൻ സ്ട്രീറ്റ് ചില്ലീസിൻ്റെ ഈയിടെ അവർ റിന്യൂവേഷൻ ചെയ്ത ഒരു ഹോട്ടൽ പോലുള്ള ഒരു സംവിധാനമാണ്. ഫാസ്റ്റ് ഫുഡ് അതൊക്കെ ലഭിക്കും ഇവിടെ. രാവിലെ എല്ലാവരും ഓഫീസിൽ പോകുന്നതിൻ്റെ നല്ലൊരു തിരക്ക് കാണുന്നുണ്ട്. ലോക്കാക്കിക്കൊണ്ടാണ് അവിടെ വർക്ക് നടക്കുന്നത്. അതുകൊണ്ട് വണ്ടികളൊക്കെ അങ്ങോട്ട് തിരിച്ചു വിടുകയാണ്. അവിടെ ഒരു കണ്ടില്ലേ, ഡിജിറ്റൽ ബോർഡാണ് കൊടുത്തത്. വർക്കിംഗ് ഏരിയ എന്ന ഡിജിറ്റൽ ബോർഡ് വണ്ടിയെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. ഇതിന് ചുറ്റിനും ഒറ്റ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. നാഷണൽ ബാങ്കിൻ്റെ ഒരു ATM ഉണ്ട്. യാത്ര ചെയ്ത് വരുന്നവർക്ക് ATM എടുക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ട്. ATM നിന്ന് പണം എടുക്കാൻ വേണ്ടി. ഇപ്പം വണ്ടി ഇതുവഴി ഇങ്ങനെ കയറ്റി കൊണ്ടുവന്ന് എടുക്കാൻ പറ്റിയത്. ബർഗർ കിങ്ങിൻ്റെ ഒരു ഷോപ്പുണ്ട്. ഇതിൻ്റെ സൈഡ് വഴിയെല്ലാം തന്നെ പുതുതായി തെങ്ങുകളും തണൽ മരങ്ങളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതിനു വേണ്ടി ഒരുപാട് ക്യാഷ് അവർ മുടക്കുന്നുണ്ട്. ഒരുപാട് മരങ്ങൾ, തെങ്ങുകൾ ഒക്കെ ഇവിടെ ഇപ്പം വെച്ച് പിടിപ്പിക്കും. പ്രോ പ്ലേറ്റിംഗ് സെൻ്ററാണ്. ഇവിടെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ആളുകൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയുള്ള സംവിധാനം ഫ്രീ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് നടന്നു വരുന്ന ആളുകൾക്കൊക്കെ വെള്ളം കുടിക്കാം. അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സ് കണ്ടമാനം സൗദി നടക്കുന്നുണ്ട്. അടുത്ത ഒരു വർഷം കൊണ്ട് കംപ്ലീറ്റ്ലി സൗദി മാറും. 2030 കൂടി 2030 എന്ന് പറയുന്ന വിഷനോട് കൂടി സൗദിയുടെ മുഖച്ഛായ കംപ്ലീറ്റ് മാറും. അതാണ് ഇവരുടെ ഇൻറ്റൻഷൻ. ചൈനക്കാരുടെ പ്രധാന ബിസിനസ് കേന്ദ്രമായിരുന്ന ജംജും ബിൽഡിംഗ് ആണ് ആ ദൂരെ കാണുന്നത്. ഇപ്പോൾ അത് ബ്ലൂ സ്ക്വയർ എന്ന് പറഞ്ഞ് ഇവിടുത്തെ ആളുകൾ തന്നെ പർച്ചേസ് ചെയ്ത് അവർ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ധനൂബ് ഒരു ഇൻ്റർനാഷണൽ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ട്രേഡിങ് കമ്പനിയാണ്. അതിൻ്റെ ഒരു സ്ഥാപനം ഇവിടെ ഇപ്പം ചെയ്യുന്നുണ്ട്. ഇതാണ് ട്രാഫിക് പാർക്കിങ്ങിന് വേണ്ടിയുള്ള നമ്മൾ പൈസ ഇതിൻ്റെ കോയിൻ ഇട്ട് കൊടുക്കണം. കോയിൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പോലീസ് വന്ന് അത് എടുത്തുകൊണ്ട് പോകും. ഇവിടുത്തെ സർക്കാരിൻ്റെ പ്രോജക്റ്റ് വന്നു കഴിഞ്ഞാൽ എത്ര വലിയ ബിൽഡിംഗ് ആണേലും അത് നമ്മൾ പൊളിക്കേണ്ട ഭാഗമാണെങ്കിൽ പൊളിച്ചു കൊടുക്കണം. അതാണിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം സർക്കാരിൻ്റെ ഒരു വലിയ പ്രോജക്റ്റ് ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഇങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിപ്പം എത്ര വലിയ ബിൽഡിംഗ് ആണെങ്കിലും നമ്മളത് പൊളിച്ചു കൊടുക്കണം. അതാണ് അതിൻ്റെ ഒരു രീതി. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സിൻ്റെ ഭാഗമായിട്ട് നല്ല പാർക്കിംഗ് സൗകര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ പിന്നീട് പേയ്മെൻറ്റ് ഒരു പെയ്ഡ് ബോക്സ് വെച്ച് പേയ്മെൻ്റ് ആക്കി മാറ്റും. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. അതിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് ഗവൺമെൻറ് വീണ്ടും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പേയ്മെൻറ്റ് പാർക്കിംഗ് വെച്ചിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സ് ബൂസ്റ്റ് ചെയ്യാന്നാണ് ഇവരുടെ ഒരു ബിൽഡിംഗ് കണ്ടമാനം കംപ്ലീറ്റ് കളയുകയാണ്. അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഗവൺമെന്റ് വണ്ടി വന്ന് വേസ്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അവര് കൈയേറിയതായിരിക്കാം. ഇത് ജാംജിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഷോപ്പാണ്. ഇവിടെ ഒട്ടനവധി മൂല്യങ്ങളായിട്ട് കാണാൻ പറ്റും. പല കോഴ്സുകൾ, പല കാംബ്രിയൻ കാലഘട്ടത്തിലെ ജീവികളുടെ കോഴ്സുകൾ, അതുപോലെ തന്നെ ഓർക്കനോസുകൾ ഉണ്ടായി വരുന്നത്, അത് ഡയമണ്ട്സ് പോലെ ഉണ്ടായിരിക്കുന്ന മുത്തുകൾ, ഇതൊക്കെ പാറകളുടെ ഉള്ളിൽ നിന്നും കണ്ടെടുത്തതാണ്. ഇതെല്ലാം തന്നെ അത്തരത്തിലെ സ്റ്റോണുകൾ വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന ആഭരണങ്ങളാണ്. വളരെ എക്സ്പെൻസീവായിട്ടുള്ള സാധനങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് ഒക്കെ ഈ കാംബ്രിയൻ കാലഘട്ടത്തിലെ ജീവികളുടെ ഫോസിലുകളും പിന്നീട് ജീവികൾ ഉള്ളിൽ ഇരുന്നുണ്ടായിരിക്കുന്ന മുത്തുകളും ഒക്കെ ആയിട്ടുള്ള ഒരു വലിയ ഷോപ്പാണിത്.
വളരെ മനോഹരമായ രീതിയിലാണ് ഇത് ഡിസ്പ്ലേയിൽ വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ശിലകളാണ്, ശിലകൾക്കുള്ളിലാണ് ഇതൊക്കെ കാണപ്പെടുന്നത്. ഇതൊക്കെ കല്ലുകളാണ്, കല്ലുകളുടെ ഉള്ളിലാണ് കാണപ്പെടുന്നത്. ഫോസിലുകൾ പോലെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതാണ്. നല്ല വെഡ്ഡിങ് സാധനങ്ങളൊക്കെ ഇവിടെ ലഭിക്കും. സ്വർണത്തിൻ്റെ, വെള്ളിയുടെ ഒക്കെ പല രീതിയിലുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളും കിട്ടും. യൂറോപ്യൻ രീതിയിലുള്ള ഡ്രസ്സുകളാണ് ഇവർ വെഡ്ഡിങ് ഫംഗ്ഷനുകളിൽ ഉപയോഗിക്കുന്നത്. മിക്കവാറും തന്നെ ഒരു യൂറോപ്യൻ ഇൻഫ്ലുവൻസ് ഇവരുടെ എല്ലാ ലൈഫ് സ്റ്റൈലിലും ഉണ്ടായിട്ടുണ്ട്. എല്ലാം നല്ല വെഡ്ഡിങ്ങിൻ്റെ ഉടുപ്പുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.